Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിലെ വേരിയബിൾസ് എന്താണെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണാം. അപ്പോൾ നമുക്ക് വേരിയബിൾസിലേക്ക് പോവാം. അപ്പോൾ വേരിയബിൾസിന്റെ ഡെഫിനേഷൻ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ വേരിയബിൾ is the name of memory location that can store data. A variable has a data type. Okay, അതായത് നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ പേര്, അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുപേര് പോലെ, നമ്മുടെ വീടിനെ ഐഡന്റിഫൈ ചെയ്യുന്ന എന്താണ്, വീട്ടുപേര് വെച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള നെയിം ആണ് വേരിയബിൾ. വേരിയബിൾ എപ്പോഴും ഒരു ഡേറ്റ ടൈപ്പ് കാണും. ഡേറ്റ ടൈപ്സ് എന്താണെന്ന് ഡൗട്ട് ഉള്ളവർ എന്നെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇന്റ്, ഫ്ലോട്ട് ഇതൊക്കെയാണ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സാധാരണ എങ്ങനെയാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റ് a = 10 അല്ലെ ഫ്ലോട്ട് b = 30 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുക അല്ലെ. അപ്പൊ ഇപ്പൊ ഇന്റ് a = 10 നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ JVM-ൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് JVM-ൽ ഈ 10 എന്ന് പറഞ്ഞ ഈ വാല്യൂ സ്റ്റോർ ആവും. ആ 10 എന്നുള്ള ആ മെമ്മറി ലൊക്കേഷൻ, ഏത് മെമ്മറി ലൊക്കേഷനിലാണോ അത് സ്റ്റോർ ആയിരിക്കുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പേര്, അതാണ് a. മനസ്സിലായല്ലോ? അതാണ് വേരിയബിൾ. അതായത് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ എവിടാണോ സ്റ്റോർ ആയത് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ് അല്ലെങ്കിൽ പേര്, അതാണ് നമ്മുടെ വേരിയബിൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ 10 എന്നുള്ളത് വാല്യൂ ആണല്ലോ, അതിന് നമ്മൾ ലിറ്ററൽ എന്നാണ് പറയുന്നത്. ലിറ്ററൽസ് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഈ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് ലിറ്ററൽ. അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന നെയിം, അതാണ് വേരിയബിൾ. മനസ്സിലായല്ലോ? ഇന്റ് a = 10 കൊടുക്കുമ്പോൾ 10 ലിറ്ററൽ, a വേരിയബിളുമാണ്. ഇനി വേരിയബിൾസിനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ. വേരിയബിൾസിന് 3 കാറ്റഗറൈസേഷൻ ഉണ്ട്: ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ. ഈ 3 എന്താണ്, എങ്ങനെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാനിവിടെ വേരിയബിൾസ് ഡെമോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ 3 വേരിയബിൾസ് എന്താണെന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇന്റ് a = 10. ഓക്കെ, ഇനി ഞാനൊരു സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, സ്റ്റാറ്റിക് ഇന്റ് b = 30 കൊടുക്കും. ഓക്കെ, ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിനകത്ത് ഞാനൊരു മെത്തേഡ് എഴുതുകയാണ്, void add. ഈ ആഡ് എന്നുള്ള മെത്തേഡിനകത്ത് ഞാൻ വീണ്ടും 2 വേരിയബിൾസ് കൊടുക്കുകയാണ്, ഇന്റ് c = 40, d. അപ്പൊ ഞാൻ സിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, ഡിക്ക് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഡിയുടെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ ആണ് ഞാൻ ഡിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. d = a + b + c. ഇനിയിപ്പോ ഇവിടെ ഞാൻ d പ്രിന്റ് ചെയ്തു. അപ്പൊ എത്ര വരും? 40 + 30 + 10 വരും. അപ്പൊ എത്ര വരും? 80 വരും. ശരിയല്ലേ? ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ a എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തു. അതിനകത്ത് തന്നെ b എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ മെത്തേഡിന്റെ അകത്താണ് ഞാൻ സിയും ഡിയും ഡിക്ലെയർ ചെയ്തത്. ശരിയല്ലേ? അപ്പോ ഞാൻ എന്നിട്ട് ഈ b എന്ന് പറഞ്ഞ വാല്യൂവിനകത്തോട്ട് എയും ബിയും സിയും ഈ 3 എണ്ണത്തിന്റെയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഡിയിൽ സ്റ്റോർ ചെയ്തത്. എനിക്ക് ഈ വേരിയബിൾസ് ഒക്കെ ഇപ്പൊ ഞാന് ഈ മെത്തേഡിനകത്താണ് ഈ സി ഡിക്ലെയർ ചെയ്തത്, അതുകൊണ്ട് അതിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിനകത്ത് തന്നെയാണ് എന്റെ ഈ മെത്തേഡ് void add എന്ന് പറയുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഡിക്ലെയർ ചെയ്ത എയും ബിയും എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിന്റെ അകത്താണ് സി. അപ്പൊ ഈ 3 വേരിയബിൾസിനും എനിക്ക് ഇവിടെ ആക്സസ് കിട്ടുന്നുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ? ഇനിയിപ്പോ ഞാൻ ഒരു മെത്തേഡോടെ എഴുതാണ്, void multiplication. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെത്തേഡ് എഴുതുകയാണ്. എന്നിട്ട് ഇതിനകത്ത് കൊടുക്കുകയാണ്, ഞാൻ കുറച്ചും കൂടെ ഡ്രാഗ് ചെയ്യട്ടെ. ഓക്കെ, ഇതിനകത്ത് കൊടുക്കുകയാണ്, ഞാൻ വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ്, ഇന്റ് e = 40 കൊടുക്കും. ഓക്കെ, f കൊടുക്കും. സോറി, ഇക്ക് ഞാൻ വാല്യൂ കൊടുത്തു, എഫിന് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ഇനി എഫ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും ഇയുടെയും ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാ? a × b × c × e എന്ന് ഞാൻ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ ഈ മെത്തേഡിനകത്ത് ഞാനിപ്പോ ഈ നോക്കുകയാണെങ്കിൽ ഈ മെത്തേഡിനകത്ത് തന്നെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും.
എയും ബിയും എന്ന് പറയുന്നത് മെത്തേഡിനകത്തല്ല, പക്ഷെ ഈ ക്ലാസിന്റെ അകത്ത് തന്നെയാണ്. ഈ വേരിയബിൾസ് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് തന്നെയാണ് എന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ മെത്തേഡും അല്ലെ. അപ്പൊ എനിക്ക് എയും ബിയും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ആക്സസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് എവിടെയാണ് ക്ലോസ് ആവുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഈ മെത്തേഡിന്റെ ബ്രാക്കറ്റ് എവിടെയാണ്? കേളി ബ്രാക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ആവുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിക്ലെയർ ചെയ്ത വേരിയബിളും എടുക്കാൻ പറ്റും. പിന്നെ ഈ ബ്രാക്കറ്റ് എവിടെയാണ്? ലാസ്റ്റ് അല്ലേ ക്ലോസ് ആവുന്നത്. അപ്പൊ ഇതിനകത്ത് ക്ലാസിന്റെ അകത്ത്, അതായത് മെത്തേഡിന്റെ പുറത്ത്, അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്തതും ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ നോക്കുമ്പോൾ ഈ ക്ലാസിന്റെ അകത്ത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേ ക്ലാസിനകത്ത് തന്നെയാണ് ഈ മെത്തേഡ്. അപ്പൊ എയും ബിയും എന്തായാലും എനിക്ക് ആക്സസ് കിട്ടും. കാരണം എന്താ? ഈ ബ്രാക്കറ്റ് ലാസ്റ്റ് അല്ലേ ക്ലോസ് ആവത്തുള്ളൂ. ഇതാ ഇവിടെ ഇതിനകത്തുള്ള എന്തും എനിക്ക് ആക്സസ് കിട്ടും, എയും ബിയും കിട്ടും. പക്ഷെ ഈ സിയുടെ അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. എന്താണ് എറർ കാണിക്കാൻ കാര്യം? സി എന്ന് പറഞ്ഞ മെത്തേഡ് ഈ ക്ലാസിന്റെ അകത്തല്ല അല്ലെ, എയും ബിയും മാത്രമാണ് ഇവിടെ. ഇവിടെ ആയിരുന്നു സി എങ്കിൽ എനിക്ക് ഇതിവിടെ ആക്സസ് ചെയ്യാൻ പറ്റിയേനെ. സി എന്തുകൊണ്ടാണ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്? അത് ഈ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ അകത്താണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മെത്തേഡിന്റെ അകത്ത് ഇതിന്റെ ഡിക്ലറേഷൻ വന്നതുകൊണ്ട് എപ്പം നമ്മളൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് അതായത് ഇടുന്നോ അവിടെ വരെ അതിന് സ്കോപ്പ് ഉള്ളൂ. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഈ ഇയും, ഇ എന്ന് പറഞ്ഞത് ഞാനിവിടെ ഇൻ ബി ഈക്വൽ ടു 40 എന്ന് പറഞ്ഞ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ മെത്തേഡിന്റെ അകത്താണ് അതിന്റെ ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ആവുന്ന വരെ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, അതിന്റെ പുറത്ത് പറ്റില്ല. അപ്പൊ സി ഈ മെത്തേഡിന്റെ അകത്തും ഈ മെത്തേഡിന്റെ അകത്തേ പറ്റത്തുള്ളൂ. അപ്പൊ സി നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സി മാറ്റുമ്പോ നമ്മുടെ എറർ മാറും. മനസ്സിലായല്ലോ? ഇനിയിപ്പോ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ വ്യത്യാസം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വേരിയബിൾ ഞാൻ പല രീതിയിൽ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മെത്തേഡിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മളിതാ ഈ ഇങ്ങനെ ഡിക്ലെയർ, ക്ലാസിന്റെ അകത്ത് പക്ഷെ മെത്തേഡിന്റെ പുറത്ത്, ഇങ്ങനെ കോമൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലാസിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ആണ് ഇൻസ്റ്റൻസ് വേരിയബിൾ. ഇതൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. ഇതിന്റെ കൂടെ ഒരു രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡ് ബി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻഡ് ബി ഈക്വൽ ടു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു സ്റ്റാറ്റിക് കീവേഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. അപ്പൊ രണ്ട് വേരിയബിൾ ഞാൻ പറഞ്ഞു, ഇത് ഇൻസ്റ്റൻസ് വേരിയബിൾ, ഇത് സ്റ്റാറ്റിക് വേരിയബിൾ. ഇനി ക്ലാസിന്റെ അകത്ത് മെത്തേഡിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമല്ലോ, അതായത് മെത്തേഡ് തീരുന്നത് വരെയുള്ള അതിന്റെ സ്കോപ്പ്, അതാണ് ലോക്കൽ വേരിയബിൾ. ഈ ലോക്കലി മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. ഈ ലോക്കൽ വേരിയബിൾസ് ഏതൊക്കെയാണ്? ഈ സിയും ഡിയും ലോക്കൽ വേരിയബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇയും എഫും ലോക്കൽ വേരിയബിൾ ആണ്. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സാധാരണ സിയിലും CPP-ലും ഒക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ജാവയിൽ നമ്മൾ പറയുന്നത് ഇത് ഇൻസ്റ്റൻസ് വേരിയബിൾ, ഇത് സ്റ്റാറ്റിക് വേരിയബിൾ. ഈ മെത്തേഡിനകത്ത് മാത്രം സ്കോപ്പ് ഉള്ളതിന്, അതായത് ഈ മെത്തേഡിൽ സിയും ഡിയും എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ, ഇതിനകത്ത് ഇയും എഫും എന്ന് പറയുന്നതും ലോക്കൽ വേരിയബിൾ. മനസ്സിലായല്ലോ? ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഈ ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ സ്കോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഏതിനാണ്? ഇൻസ്റ്റൻസ് വേരിയബിളിന്. അതായത് എത്ര മെത്തേഡ് എഴുതിയാലും ഈ ക്ലാസ്സിനകത്തുള്ള എല്ലാ മെത്തേഡിനും ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഇൻസ്റ്റൻസ് വേരിയബിളിനും അതുപോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിളിനും. സ്റ്റാറ്റിക് വേരിയബിളും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറവ് സ്കോപ്പ് ഉള്ളത് നമ്മുടെ ലോക്കൽ വേരിയബിളിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അതുപോലെ തന്നെ വേരിയബിൾസിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഇൻഡ് എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇനി ഈ മെത്തേഡിന്റെ അകത്ത് വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എ ഈക്വൽ ടു എ പ്ലസ് 90 എന്ന് കൊടുക്കാം. അപ്പൊ ഇപ്പൊ എത്രയാവും? എയുടെ വാല്യൂ 10 പ്ലസ് 90 ആവും, അതായത് 100 ആവും. മനസ്സിലായല്ലോ? അപ്പൊ പുതിയ വാല്യൂ ആയിരിക്കും അതിനുള്ളത്. ഇനി അപ്പൊ 3 ടൈപ്പ് വേരിയബിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ചെറുത് ലോക്കൽ വേരിയബിളിൽ നോക്കാം. അപ്പൊ ലോക്കൽ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മെത്തേഡിന്റെ അകത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളൊരു മെത്തേഡിന്റെ അകത്താണല്ലോ ഇത് ഡിക്ലെയർ ചെയ്തത്. മെത്തേഡിന്റെ അകത്തല്ലേ കൺസ്ട്രക്ടറിന്റെ അകത്ത് ബ്ലോക്കിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അത്രേ കാണത്തുള്ളൂ. അതായത് ആ മെത്തേഡിന്റെ ഉള്ളിലെ മെത്തേഡ് അവസാനിക്കുന്നത് വരെ അതിന് സ്കോപ്പ് ഉള്ളൂ. വേറൊരു മെത്തേഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? വേറൊരു മെത്തേഡിലോ കൺസ്ട്രക്ടറിലോ ബ്ലോക്കിലോ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി
ഈ ലോക്കൽ വേരിയബിൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് മെമ്മറി അലോക്കേറ്റ് ആവും. ഈ കേളി ബ്രേസ് കഴിഞ്ഞ് ഇത് എക്സിക്യൂഷൻ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മെമ്മറി ഡി അലോക്കേറ്റ് ആവും. മനസ്സിലായല്ലോ? അതായത് ആ മെമ്മറി ഡിസ്ട്രോയ് ആവും. അപ്പൊ ഈ പോർഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഇതിന്റെ മെമ്മറി അലോക്കേറ്റ് ആവും. ആ കേളി ബ്രേസിന് പുറത്ത് വരുമ്പോഴത്തേക്കും ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഡിസ്ട്രോയ് ആവും. ഇനി ഇതിന്റെ അകത്തെ സ്റ്റോർഡ് മെമ്മറി എന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറിയാണ്. അതായത് ഇതിന് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ സ്റ്റാക്ക് മെമ്മറിയാണ്. അതായത് ലോക്കൽ വേരിയബിള് സ്റ്റാക്ക് മെമ്മറിയിലാണ് അലോക്കേറ്റ് ആവുന്നത്. ഇനി ഡീഫോൾട്ട് വാല്യൂസ്. ഇപ്പോ നമ്മളിപ്പോ വാല്യൂ ഒന്നും കൊടുത്തില്ല എന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിന് ഡീഫോൾട്ട് വാല്യൂ ഒന്നും കാണില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഈക്വൽ ടു 40ക്ക് പകരം ഞാൻ ജസ്റ്റ് ആ വാല്യൂ മാറ്റി എന്ന് കൊടുത്തു. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന് 0 വരുമോന്ന്. ഒരിക്കലും വരത്തില്ല. നമ്മൾ ഇവിടെ എന്തെങ്കിലും വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ എറർ കാണും ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കൊടുക്കണ്ട, 0 ആണ് കൊടുക്കണ്ടെങ്കിൽ പോലും നമ്മൾ ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കണം, വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈക്വൽ ടു ആ വാല്യൂ കൊടുക്കണം. അപ്പൊ നമ്മൾ വാല്യൂസ് എപ്പോഴും നമ്മൾ ലോക്കൽ വേരിയബിളിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഇനി ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുമോ? ഒരു ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഈ വേരിയബിൾസിന്റെ മുമ്പേ ആക്സസ് സ്പെസിഫയേഴ്സ്, അതായത് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ പബ്ലിക് ഇൻറ്റു സി അങ്ങനെ കൊടുക്കാറില്ല, അതുപോലെ പ്രൊട്ടക്റ്റഡ് ഇൻറ്റു ഡി അങ്ങനെയൊന്നും കൊടുക്കാറില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ലോക്കൽ വേരിയബിളിനെ കുറിച്ച് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ പേരാണ് വേരിയബിൾ. അതിനെ നിങ്ങളൊരു കണ്ടെയ്നർ ആയിട്ട് കണ്ടാൽ മതി. അതായത് വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ. നമുക്ക് വേരിയബിൾസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. അതായത് ആദ്യം നിങ്ങൾ 10 എന്ന് ഡിക്ലെയർ ചെയ്തു, ഇവിടെ നിങ്ങൾ 10 എന്ന് ഡിക്ലെയർ ചെയ്തു. ഈ മെത്തേഡിനകത്ത് വന്നിട്ട് a = a + 100 എന്ന് കൊടുക്കാം. അപ്പൊ വാല്യൂ എത്ര ആവും? 100 + 10 110. മനസ്സിലായല്ലോ? അങ്ങനെ മാറ്റി കൊടുക്കാം. വേരിയബിൾസ് 3 ടൈപ്പ് ഉണ്ട്. ലോക്കൽ ഉണ്ട്, ഇൻസ്റ്റൻസ് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്. അപ്പൊ ഈ 3ഉം കവർ ചെയ്യാൻ ഈ സിംഗിൾ എക്സാമ്പിൾ മതി. ക്ലാസിന്റെ അകത്ത് മെത്തേഡിന് പുറത്തായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഇൻസ്റ്റൻസ് വേരിയബിള്. പിന്നെ ഇതൊരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. മെത്തേഡിന്റെ അകത്ത് സ്കോപ്പ് ഉള്ളതാണ് ലോക്കൽ വേരിയബിൾ. അതിന് മെത്തേഡിന് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ലോക്കൽ വേരിയബിളിനെ കുറിച്ച് ഞാൻ ഡിഫറൻസസ് ഒക്കെ പറഞ്ഞല്ലോ. അതായത് അത് മെത്തേഡിനും കൺസ്ട്രക്ടറിനും ആ ബ്ലോക്കിനും അകത്തായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. സ്കോപ്പ് എന്ന് പറയുന്നതും അതിനകത്തേ കാണത്തുള്ളൂ. പിന്നെ അത് എക്സിക്യൂട്ട് ആവുമ്പോൾ അതിന് മെമ്മറി അലോക്കേറ്റ് ആവും. ആ കേളി ബ്രേസിന് പുറത്ത് വരുമ്പോൾ അത് ഡിസ്ട്രോയ് ആവും. പിന്നെ വേരിയബിൾ അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാക്ക് മെമ്മറിയിലാണ്. പിന്നെ ഡീഫോൾട്ട് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത്രയാണ് ഡിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിനും സ്റ്റാറ്റിക്കിനുമാണ്. ലോക്കലിന് കുറവാണ്, കാരണം കുറഞ്ഞ സ്കോപ്പ് അല്ലേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.